പിടിക്കാൻ പറ്റില്ല അത്തം വന്ന് അമ്പലത്തിലൊക്കെ ശുഭാംഗം കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ ശിവം അരപക്ഷിരം ഉമാസുരം सुरेशं विश्वाकारं गगनसदृशं शिववर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं नित्यगृह्णानगम्यं सर्वलोकैकनाथं श्रीभद्रा പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം सरस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा താരത്തിന്റെ ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്രയും അഭേദ്യമായ ഒരു ബന്ധത്തിന്റെ പേരിലാണ് നമ്മൾ കാക്കാട്ടപ്പനാണ് നമ്മളെല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പുണ്യ പാദസ്പർശം എന്ന് പറയുന്നത്
24 വർഷം മുമ്പ് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ് തമ്പുരാട്ടിയുടെ ആദ്യത്തെ ഒരു വരവ്. അതിനുശേഷം പിന്നെയും കാക്കാട്ടപ്പൻ ഇങ്ങോട്ടേക്ക് ഇതേ ഒരു വേളയിൽ വരുത്തിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹാശിസ്സുകൾ ചൊരിയാൻ വേണ്ടി. അപ്പം അതിൽ നിന്നും എത്രയോ ഉയരങ്ങളിലാണ് ഇന്ന് തമ്പുരാട്ടി എത്തിയിട്ടുള്ളത്. കാരണം പത്മശ്രീ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ബഹുമതി നേടിക്കൊണ്ടാണ് നമ്മളെ അതിൻ്റെയും കൂടെ ഒരു അംശം നമ്മളിലേക്കും കൂടെ പകരാനാണ് തമ്പുരാട്ടി ഇന്ന് നമ്മളോടൊപ്പം വന്നു ചേർന്നിട്ടുള്ളത്. അപ്പോൾ ശ്രീവഞ്ചിഭൂപകുലദൈവത വിശ്വരൂപ ശേഷേശയാന ശിവപൂജന പദ്മഹസ്ത ശ്രീ പദ്മനാഭ പരമാനന്ദ ബ്രഹ്മാനന്ദ ആത്മാനന്ദ ചിന്മയാനന്ദ സർവസ്വരൂപാനന്ദ സ്വാമിയായിരിക്കുന്ന പത്മനാഭ പെരുമാളിൻ്റെ പൊന്നു മക്കളായ നിങ്ങളേവർക്കും ഞാൻ ഗംഭീരമായ നമസ്കാരം അറിയിക്കും. വയസ്സൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ സമൂഹത്തിൽ അംഗങ്ങളായിരിക്കുന്ന നിങ്ങൾ 2 വയസ്സായാലും 70 വയസ്സായാലും 90 വയസ്സായാലും സാരമില്ല. ഓരോരുത്തരുടെയും കാര്യങ്ങളിൽ വീണ എല്ലാവരുടെ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരുടെയും കാര്യങ്ങളിൽ വീണ നമസ്കരിക്കുകയാണ്. ഇവിടെ നമ്പിമാർ, വലിയ നമ്പിമാർ തിരുവമ്പാടി നമ്പിയുണ്ട്, വലിയ നമ്പിമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ കൂടെ ഇരിക്കാനായിട്ടുള്ള അവസര എനിക്കില്ല. അവരുടെ ഓരോരുത്തരുടെയും കൈകൾ എത്രയോ അനുഗ്രഹീതമായത്. ആ കരങ്ങൾ കൊണ്ട് ഒന്ന് പെരുമാളിനെ തലോടാനുള്ള ഭാഗ്യം അവർക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ട്. അതിനെക്കാട്ടും വലിയ പത്മശ്രീ ഏതാണ്? ഏറ്റവും വലിയത് ഞങ്ങൾ എപ്പോഴും പറയുന്ന ശ്രീ പത്മനാഭ ദാസൻ എന്ന് പറയുന്ന ആ ദാസൻ എന്നുള്ള പദത്തിന് 2 അർത്ഥമുണ്ട്. ഒന്ന് സേവക്കാരൻ, ഒന്ന് അടിമ. ഈ രണ്ടും ദാസൻ എന്നുള്ള പദത്തിലുണ്ട്. ഞങ്ങളുടെ പഴയ കുടുംബത്തിന് 2ാമത്തേതാണ് പ്രിയം, അടിമ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു സേവക്കാരന് യജമാനൻ്റെ അടുത്ത് ജോലി ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ ഇറങ്ങി പോകാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരു അടിമയ്ക്ക് യജമാനൻ്റെ തൃപ്പാദം വിട്ട് വേറെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല. അവിടെ ആ കാലുകളിൽ നൂറ്റാണ്ടുകളായിട്ട് കാലം ഭഗവാന്റെ അനുഗ്രഹത്താൽ കാലം ലഭിച്ചു കിടക്കുകയാണ് ഞങ്ങളുടെ കുടുംബം. ഒരു വ്യത്യാസം മാത്രം. സ്വതവേ അടിമ എന്ന് പറയുമ്പോൾ ഇരുമ്പ് ചങ്ങലയൊക്കെയാണ് നമ്മൾ ഓർക്കുന്നത്. പക്ഷേ ഇവിടെ പെരുമാളിൻ്റെ ഉപാദങ്ങളിൽ ഈ പഴയ കുടുംബം ആനന്ദത്തിൻ്റെ പട്ടുനൂലിലാണ് കിട്ടിയിരിക്കുന്നത്. ഇൻ സിൽക്ക് ഇൻ സ്ട്രൈൻസ് ഓഫ് ബ്ലെസ്, ആനന്ദത്തിൻ്റെ പട്ടുനൂലിലാണ് കിട്ടിയിരിക്കുന്നത്. ഭഗവാനെ ആചന്ദ്രകാലം കാലം ആ സേവ തുടങ്ങി എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് പാരമ്പര്യം. ആ സഭയിലുള്ള വ്യത്യസ്തമായ കുടുംബങ്ങൾ വലിയൊരു പാരമ്പര്യം. ആദ്യം വന്നപ്പോൾ പ്രൊഫസർ നവീൻ ഗണേശനെ പറ്റി പറയുകയുണ്ടായി. ഇങ്ങനെ കേരള മാഹാത്മ്യത്തിലും എടുത്ത് പറയുന്നുണ്ട്. 4 അത് ഒന്ന് പന്ത്രണ്ടെണ്ണൂർ നമ്പൂതിരിപ്പാടാണ്. 4 അത് പരശുരാമൻ തന്നെ ഇവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. കാലം പോയി വരുമ്പോൾ കിട്ടുന്നതല്ല. പരശുരാമൻ ഓരോരുത്തർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഓരോ ചുമതല. അപ്പോൾ തന്ത്രി ചുമതല കരുണനല്ലൂർ നമ്പൂതിരിപ്പാടം. നേത്രാവതി നദി, മംഗലാപുരം സൈഡിലെ നേത്രാവതി നദി കവിഞ്ഞിട്ട് വളരെ ദോഷാകുലയായി ഒഴുകി വന്നപ്പോൾ നദിയുടെ മറ്റേ സൈഡിൽ പരശുരാമൻ നിൽക്കുന്നു, മറുകരയിൽ 2 സഹോദരന്മാർ ഇല്ല എന്നുണ്ടെങ്കിൽ പരശുരാമൻ അത്ര സൗമ്യമല്ല. അപ്പോൾ ചിലപ്പോൾ ശരിക്കും. അപ്പോൾ മൂത്ത ആളെ ജ്യേഷ്ഠൻ ഉള്ള യോഗസിദ്ധിയെല്ലാം വെച്ച് ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം ഗുരു തരണം ചെയ്തു എന്നൊക്കെ തരണം ചെയ്തു. അനുജൻ അവിടെ നിൽക്കുന്നു.
വിളിച്ചു. അപ്പോൾ ജ്യേഷ്ഠം പോയ വഴി വേണ്ട വിളിച്ചു. ഇതുപോലെ യോഗസിദ്ധി കൊണ്ട് മണ്ണിൻ്റെ അടിയിൽ കൂടെ കടന്ന് അങ്ങോട്ട് താഴമൺ. ഏതായാലും അപ്പോൾ തന്ത്രിയായിട്ടുള്ള ആ സ്ഥാനം പരശുരാമൻ തന്നെ കടന്നു. ചേരവംശത്തിൽ ഉള്ള പുരുഷേന്ദ്രൻ പെരുമാറും അത് എന്ത് വേണമെന്ന് പറഞ്ഞത് ഞങ്ങളുടെ പഴയ കുടുംബം. മൂന്നാമതായിട്ട് വരുന്നത് കൂരായ്മ. ക്ഷേത്ര വിഷയങ്ങൾ ക്ഷേത്ര കാര്യങ്ങൾ പരിപാലനം ചെയ്യാനായിട്ട് യോഗ്യമാരായ ഇക്കരദേശികളാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇക്കരദേശികൾ അക്കരെ വരുന്ന പിന്നെ അത് ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ തന്നെ കൊടുക്കണം. അതിൻ്റെ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഇത് മിനിച്ചർ മറ്റേ ശരിക്കുള്ള പ്രവേശിക്കുന്നു. അതേപ്പറ്റി പറഞ്ഞ് ശരിയാണ്. ഒരു രാഷ്ട്രം തരുന്ന അംഗീകാരം തന്നെയാണ്. ഞാൻ ഒരിക്കലും കുറിച്ച് പറയാൻ പാടില്ല. 60ാമത്തെ ആരോഗ്യ സംഘടനയുടെയാണ് എൻ്റെ ആദ്യത്തെ അതാണ്. ഉൾപ്പെടെ ഞങ്ങൾ ജനിച്ച അവാർഡും കൊണ്ടാണ് ഞങ്ങൾ ജനിച്ചത്. മൂലവിഗ്രഹത്തിനോട് അടുത്ത് പെരുമാറിയത് കൊണ്ട് തിരുമേനിമാർക്ക് ഞാൻ പിന്നെ കീഴ്ശാന്തികളും അകത്ത് കയറുന്നുള്ളത് ടേൺ എടുക്കും. ഒരു പക്ഷേ നോട്ടീസ് ചെയ്തുകൊണ്ടായിരിക്കാം ഭഗവാന്റെ ആ തിരുമുഖത്തിലുള്ള ഭാവം. ചിലപ്പോൾ ഓമനെ ചിരിക്കുകയൊക്കെ ചിരിച്ച് ഓമനയായിട്ടിരിക്കും. ചിലപ്പോൾ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഗൗരവം. ചിലപ്പോൾ ആലുവ മണപ്പൊക്കെ കണ്ട വലിയ കൂടില്ല. അങ്ങനെ സ്വാമി ഞാനിവിടെ നിൽക്കാനായിട്ട് അതാണ് എനിക്ക് അവിടുത്തെ കുട്ടികളുടെയൊക്കെ കാണിച്ച കരുണയുടെ ഒരു ഉദാഹരണം അത് സ്പെസിഫിക്കായിട്ട് ഇതിനെ ചൊല്ലി കോടതിയിൽ കേസ് നടന്നു. ലോവർ കോർട്ടിൽ കേസ് നടന്നപ്പോൾ ഞങ്ങളുടെയൊക്കെ വിചാരം നോക്കാൻ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. എന്നു വെച്ചാൽ എന്ത് പറയാനാണ് സൂര്യൻ്റെ അടുത്ത് ഇരിക്കുന്നെന്ന് പറയുന്നു. പടിഞ്ഞാറ് അസ്തമിക്കുന്ന എല്ലാവർക്കും അറിയാം. പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവിതാംകൂർ ആരോഗ്യത്തിൻ്റെ അല്ലാതെ ആരുടെ ഇത് പറയണമെന്നുള്ളത്. അപ്പോൾ ഒരു ഈ ക്ഷേത്രത്തിൻ്റെ പരിപാലനം ഗവൺമെൻറ് ഇതില്ല. പക്ഷേ പത്മനാഭദാസൻ എന്നുള്ള കൊട്ടാരത്തിൻ്റെ ചില അങ്ങനെയെല്ലാം തന്നെ ഏകാദശം അതെല്ലാം നിലനിർത്തിക്കൊണ്ട് പക്ഷെ അമ്പലം അപ്പം തന്നെ സൗകര്യങ്ങളെന്ന് ആ സമയത്ത് ആദ്യത്തിനും എൻ്റെ രണ്ടാമത്തെ മകൻ ആദ്യത്തിനും ഞാൻ മാത്രമല്ല. ഞങ്ങൾ അപ്പം തന്നെ കാറിൽ കയറി പട്ടത്ത് പോയി. ഉത്തരാഖണ്ഡ് തിരുമത്സരം ഉണ്ട്. അത് തിരുമത്സരം കണ്ടുകൊണ്ടിരിക്കുക. അടുത്ത മുറി ഇരിക്കാൻ പറഞ്ഞു. ഇങ്ങനെ സുപ്രീം കോർട്ടിൽ ഞങ്ങളും കേസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പിന്നെ തീരുന്നവരെ ഞങ്ങൾ ആ കേസിൽ ഉൾപ്പെട്ടുകൊണ്ടിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ഹിയറിംഗിലും ഞാനുണ്ടായിരുന്നു. പ്രകാരം ഈ അമ്പലം എത്രയോ വർഷം ഈ സുപ്രീം കോർട്ടിൻ്റെ കേസ് തീരുന്നവരെ അമ്പലത്തിൻ്റെ ഭരണം സുപ്രീം കോർട്ട് അപ്പോയിൻറ്റ് കമ്മിറ്റിയാണ് നടത്തുന്നത്. ഞങ്ങൾക്കത് യാതൊരു കാര്യമില്ല. അതും ഞങ്ങൾക്കറിയാം. സാരമില്ല, അതൊന്നും സാരമില്ല. ഞങ്ങൾ ചെയ്തില്ലല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് സാരമില്ല. അപ്പോൾ ഏതായാലും ഒരുപാട് അപമാനിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ചെയ്തു. അതിൻ്റെ കൂടെ ചേർന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ വന്നു, സതീഷ് വന്നു. അപ്പോൾ അങ്ങനെ ആ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. അതിൽ ഉള്ള ഒരു ഭാഗ്യം എനിക്കും എൻ്റെ കൂടെ വന്ന ശ്രീമതി ഉമാമഹേശ്വരി മധുര റെക്കോർഡുകളും പത്മനാഭ സംരക്ഷണത്തിനെ പറ്റി അനവധി പുസ്തകങ്ങൾ എഴുതിയ വലിയൊരു സ്കോളറാണ്, ആർക്കിയോളജി എക്സ്പേർട്ടാണ് ഉമാമഹേശ്വരി. പ്രൊഫസർ നളിൻ ഗണേഷ് ഇംഗ്ലീഷ് പ്രൊഫസറാണ്. പക്ഷേ അതിനുപരി അദ്ദേഹം മഹാപണ്ഡിതനാണ്, ഭാഷാ വിദഗ്ധനാണ്. ഒരുപാട് പുരാണങ്ങളുടെ കാര്യങ്ങളിലും ശ്ലോകങ്ങൾക്ക് വൃത്തിയായിട്ട് രാത്രി കൊണ്ട് ചോദിക്കുകയാണെങ്കിൽ പറയും. എത്ര വിദഗ്ധനാണ്. അപ്പോൾ അവരെയൊക്കെ കൊള്ളുമ്പോൾ എങ്ങനെയാണ് നമുക്കും അതുകൊണ്ട് ചെറിയ വേണമെന്ന് പറയുന്നുണ്ടോ. എനിക്ക് കാര്യമായിട്ട് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ജയ പത്മനാഭ ഉണ്ട്, അത് വേണം, അത് എല്ലാം ആയിക്കോളൂ അല്ലേ. അഞ്ചിക്കുന്ന ഈ തുളസി പൂവായിട്ട് ജനിക്കണമെന്നുള്ളത് കുറേ കാലം അതാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ പെട്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക് കുഴപ്പമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ തുളസിപ്പൂവിൻ്റെ ശ്രീകോവിലിനെ ചുറ്റി നടക്കുന്ന ഒരു മന്ദമാരുതനായിട്ട് എന്നെ ആട്ടിനെ ചുമ്മാ അങ്ങനെ ചുറ്റി കറങ്ങി പ്രദക്ഷിണം വെച്ചൊന്ന് നടക്കാം. അപ്പോൾ തിരുമേലിപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ പ്രായമായിട്ട് നമ്പിമാരും വലിയ നമ്പിയോടായിട്ട് വരാൻ വന്നിട്ട് മന്ദമാരുതനായിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു ഒരു പൊന്നാടയാണ്. അത് പത്മനാഭാനന്ദ സേനം ചെയ്ത സ്പെഷ്യലി മേച്ചു ഓലോ എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു അതാണ്. പിന്നെ നല്ല വാക്കുകൾക്കും അതുപോലെ ഗംഭീരമായിട്ടുള്ള ഒരു ബിരിയാണി സൽക്കാരം. അത് എണീക്കാൻ വയ്യ, അത്ര ആഹാരം ഒക്കെ കഴിച്ച് അതും
ഇവിടെ ഞാൻ വരാനുള്ള മുഖ്യ കാരണം തീർച്ചയായിട്ടും ഇവിടെ ഭഗവാന്റെ നിശ്ചയം രണ്ടാമത് മുഖ്യ കാരണം ഒന്ന് തിരുമേനിയും നീമണിയുമാണ്. പിന്നെ തിരുമേനി ഞാനെൻ്റെ ജീവനുള്ള സിനിമ എൻ്റെ പുറകെ ഞാൻ ഒരുപാട് നന്ദി നിങ്ങളുടെ എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഭഗവാൻ എല്ലാവരുടെയും കാത്ത് രക്ഷിക്കട്ടെ. മൂന്ന് പുസ്തകം കവിതയാണ്, ബാക്കി പദ്യമാണ്, ബാക്കിയെല്ലാം രണ്ടെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ഇംഗ്ലീഷിലാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ കുറെ കൂടെ അതുകൊണ്ട് വെളിയിലേക്ക് പോകണമെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ എഴുതണം. രണ്ടെണ്ണം മാത്രമല്ല മലയാളം. പക്ഷെ ഇതിന് പലതിൻ്റെയും മലയാളം തർജ്ജിമകൾ വന്നിട്ടുണ്ട്. പതിനാളുകൾ അന്തർമ്മ ചെയ്തിട്ടുണ്ട് എന്ന് അവർ തിരഞ്ഞെടുത്തത് 8 എണ്ണം. അതിൽ ഗ്രീസ് ഉണ്ട്. ഗ്രീസ് കേട്ടിട്ടുണ്ട്. ഗ്രീസ്, റോം, ഈജിപ്റ്റ്, ഇന്ത്യ, ചൈന, മെസപ്പൊട്ടേമിയ, ബാബിലോൺ, മെക്സിക്കോ. ഇങ്ങനെ 8 സംസ്കാരങ്ങളാണ് സൂര്യൻ്റെ കീഴിൽ ഏറ്റവും പഴയ സംസ്കാരങ്ങളാണ് മെജോറിറ്റി സ്കോളേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഈ 8 എണ്ണത്തിൽ 7 എണ്ണത്തിനെ പറ്റി പറയുമ്പോൾ റോമിനെ പറ്റി പറയുന്നത് റോം സംസ്കാരത്തിൻ്റെ തൊട്ടിൽ ആയിരുന്നു. ഈജിപ്തിൽ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. എല്ലാം പുറമോട്ടാണ്, ഭൂതകാലമാണ്, പാസ്റ്റ് ടെൻസ്. ഒരൊറ്റ എണ്ണം മാത്രമാണ് പ്രസന്റ് കണ്ടിന്യൂസിൽ പറയുന്നത്. കാലത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ച് ഇന്നും രസിക്കുന്നു, വൈബ്രൻറ്റ്, വൈറ്റലൻ്റായി ഇരിക്കുന്ന ഒരു സംസ്കാരം മാത്രമേ ഉള്ളൂ. അത് ഭാരത സംസ്കാരം. ആത്മീയ സംസ്കാരം ഇല്ലാതെ ഗ്രീസ്, റോം അവിടെയൊക്കെ അവർക്ക് സ്വന്തമായിട്ട് നാടൊക്കെ ക്രിസ്ത്യനായി, ഈജിപ്തിൽ മുസ്ലിമായി, ചൈനയിൽ ദൈവമില്ലാതെ. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും ഇത് മാറി. ഇന്ത്യയിൽ മാത്രം, ഭാരതത്തിൽ മാത്രമാണ് ഒരു ആത്മീയ സംസ്കാരം നിലനിന്നത്. അതെങ്ങനെ സാധിച്ചു? അതെങ്ങനെ ഇത്രയും ലാൻഡ് മാസം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന് 2 കാര്യമാണ്. ഒന്ന്, അതിൻ്റെ ആത്മീയ സംസ്കാരം തന്നെയാണ്. രാജാക്കന്മാർ രക്ഷിച്ചു, സമൂഹം രക്ഷിച്ചു. പലരും പറയും പാരസൈറ്റ് സൊസൈറ്റി, അവരല്ല പാരസൈറ്റ്, അവരുടെ ആത്മീയ ശക്തി പാരസൈറ്റ് എടുക്കുന്ന ബാക്കിയുള്ളവരാണ്. അപ്പം ഈ ബ്രാഹ്മണർ എന്ന് പറയുന്ന ഈ ഒരു സമൂഹം നിന്നത് തിരുമേനിമാരും പൂർവികന്മാരും തിരുമേനിമാരും നിങ്ങളും ഒക്കെ തന്നെ ഇവരുൾപ്പെടെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഈ സംസ്കാരം നിലനിൽക്കുന്നു. നന്ദി. എത്ര നന്ദി പറഞ്ഞാലാണ് ആ ഒരു ഇത് മാറുന്നത്. അത്രയും നന്ദി. അപ്പോൾ കൊച്ചു തിരുമേനിമാരും കൊച്ചു ഭക്തജനങ്ങളും ഒക്കെ ഓർക്കേണ്ടത്, ബ്രാഹ്മണരായിട്ട് നിങ്ങൾ ജനിച്ചു. പലർക്കും ഞാൻ പറയും, ജാതിയൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊക്കെ അവിടെ ജാതി കൊണ്ട് ബാക്കിയുടെ യോജിക്കുന്ന ദോഷം. അതെ, നിങ്ങൾ അനുഗ്രഹീതരാണോ? കർമ്മം കൊണ്ടും ഈശ്വര നിശ്ചയം കൊണ്ടും നിങ്ങൾ ഈ സമുദായത്തിൽ ജനിച്ചു. അതിൻ്റെ അന്തസ്സും അവസ്ഥയും പൊക്കിപ്പിടിക്കാനുള്ള ആ വലിയൊരു ചുമതല നിങ്ങളുടെ കയ്യിലാണ്. എല്ലാ ഉയർച്ചയും ഒക്കെ ഉണ്ടായത് ഒരു പെട്ടെന്നൊരു നിയോഗം ആരംഭത്തിൽ നമ്മുടെ പോലീസ് മണ്ഡലമായിട്ട് ഗവൺമെൻറ് സർവീസിൽ നിന്ന് ലീവ് എടുത്തവർക്ക് 3 വർഷം സേവിക്കാനുള്ളത് ഭാഗമായിട്ട് അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് എല്ലായിതും അവിടെ വന്നത്. വേറെ ഒരു രീതിയും കൂടി ഇല്ലെന്നുണ്ട്. പറഞ്ഞാൽ തീരത്തത്ര കാര്യങ്ങളുണ്ട് പറഞ്ഞു. പക്ഷെ അപ്പോഴൊന്നും നമുക്ക് പറയാനാകുന്നില്ല. പക്ഷെ നമ്മളായിട്ട് പറഞ്ഞ ആ ഒരു കാര്യം, അതായത് ആ ഒരു കളവിൻ്റെ കേസ് വരുമ്പോൾ അന്നത്തെ ആ പെരിയമ്പിനെ അല്ലെങ്കിൽ ഒഴിഞ്ഞതിന് ശേഷം എന്ന് നമ്മളാണ് വിജിലൻസുകാരൊക്കെ ഒന്ന് അന്വേഷിച്ച് നമ്മളെടുത്ത് കുറേ ചികിത്സയുടെ ആയിട്ട് നമ്പി കൊണ്ടൊക്കെ ഒരു 4-5 ദിവസം പറഞ്ഞു. അതിനുശേഷം ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അന്ന് ഇത് യാതൊരു കാരണവശാലും അനുവദനീയമല്ലാന്ന് തമ്പുരാട്ടി ഉറച്ച് തീരുമാനിച്ചിട്ട് എങ്ങനെയാണ് ഗോപീവസന നിര കവർന്നോരു ദൈത്യാരിയെ തൻ ചിത്തയെ ബന്ധിച്ച വഞ്ചീശ്വര
തവ നൃപനീതിക്കു തെറ്റില്ല. പക്ഷേ പൊൽത്താർ മാതാപിത തൻ കണവനെ വിടുവാൻ ആശ്രയിക്കുന്നു ദാസീവൃത്യ. നിത്യം ഭവാനെ കരിവളിരുതിക്കൊല്ല കാരുണ്യരാശി. കാരണം ഞാൻ ഇതിന് കുടികൂടൽ കഴിഞ്ഞിട്ട് തൊട്ട് 2 ദിവസത്തെ ഒരാഴ്ചക്കുള്ള നമ്മൾ 3 വർഷത്തോളം നമ്പിയായി തിരിച്ചിങ്ങോട്ട് നയിച്ചു കൊള്ളാമിരിക്കും. അത് നമ്മൾ സഹിച്ചു. പക്ഷെ അതിൻ്റെ അപ്പുറത്തെ അപ്പുറം പോകും പിന്നെയും അത് വന്നില്ല. എല്ലാ രാജ്യത്തുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ന്യൂസ് ചാനലുകളൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഇതിലാണ്. അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാം നമ്മുടെ കുടുംബം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന്. അപ്പോൾ ഓരോ ആൾക്കാരും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പറഞ്ഞു തുടങ്ങി. ഇതിനൊരു മറുപടിയും പറയാൻ നമ്മുടെ കയ്യിലില്ല. ഒരു ശനിപ്പഴ എന്ന് പറയുന്നത് അത് പത്മനാഭനായാലും തമ്പുരാട്ടിക്കായാലും ആ കാലഘട്ടത്തിൽ അത് അനുഭവിക്കേണ്ടി വന്നെങ്കിലും അത് തിരുത്തി ഇപ്പം ഏറ്റവും നല്ലൊരു പൊസിഷൻ അതൊക്കെ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പത്മശ്രീ ഒരു പട്ടം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അവർ തിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പത്മനാഭനിലൂടെ തന്നെ. ജനങ്ങളായിട്ട് ജനകീയാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ഒരു എന്താ പറയണ്ടേ ആ പത്മനാഭൻ്റെ സേവകനായിട്ട് ജീവിക്കാനാണെന്നാണ് ഞാനൊരു ഇൻ്റർവ്യൂകളൊക്കെ ഉണ്ട് ഒരു ചാനലിൽ. അതിൽ ശ്രീ ചിത്തിരുനാൾ മഹാരാജാവിൻ്റെ ആ ഒരു പേര് പറയുമ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല. അത്രയും ഒരു ബന്ധം ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. ഏത് രീതിയിൽ നമ്മൾ കണ്ടാലും ഏത് നാമത്തിൽ നമ്മൾ വിളിച്ചാലും ഏത് രൂപമാണ് സ്വീകാര്യമാണെങ്കിലും എന്താണ് പകരമായിരിക്കണം ഇല്ലാന്ന് പറയാൻ ഒരു സത്യതയുള്ളത് ഒരു ജീവിതകാലത്തിലെ അനവധി അനുഭവങ്ങൾ കൊണ്ട് ജീവിതം ഒരു
ഒരുപാട് കരയാനും ഒരുപാട് ചിരിക്കാനും ഉള്ള എത്രയോ എത്രയോ സന്ദർഭങ്ങൾ. ഒരുപാട് മുന്നേറ്റമാണ്, ഒരുപാട് സന്തോഷം. എല്ലാവരും പോരാടും പ്രതീക്ഷിക്കട്ടെ. നമ്മുടെ ഈശ്വരന്മാർക്ക് മുമ്പ് വന്ന ഒരു ഏതെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞിരിക്കുന്നത് അതാവുമ്പോൾ എല്ലാമായിരുന്നു. ഇപ്പം നന്നായിട്ടുണ്ട്. അത് രണ്ടാമത്തെ കാര്യം ഉദ്ദേശമുണ്ടെങ്കിൽ